നമസ്കാരം, സുഹൃത്താണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള മാത്സിന്റെ അടിപൊളി ക്വസ്റ്റൻ ആണ്. നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ആണ്. ഇപ്പൊ ഈ വർഷത്തെ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റൻ പേപ്പർ തന്നെ വന്നപ്പോൾ കുട്ടികൾക്കെല്ലാം ഇച്ചിരി ടഫ് ആയിരുന്നു. അതിനൊക്കെ മാർക്ക് കിട്ടി, വീട്ടിൽ നിന്നുള്ളതും കിട്ടിയിട്ടുണ്ട് ഇല്ലേ? നല്ലപോലെ കിട്ടിയിട്ടുണ്ട്, വയറ് നിറച്ച് പ്രശ്നമായിട്ടുണ്ടാവും പല വീടുകളിലും. പിന്നെ വീട്ടുകാർക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് ക്വസ്റ്റൻ ടഫ് ആയിരുന്നത് കൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ എന്തായാലും അതൊക്കെ വിട്. ഇനിയിപ്പോ നമ്മുടെ പബ്ലിക് എക്സാം ആണ്. അതിനുവേണ്ടി നന്നായിട്ട് പഠിച്ചേ പറ്റൂ. എല്ലാവരും നന്നായിട്ട് മെനക്കെട്ടെങ്കിൽ മാത്രമേ മാർക്ക് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ക്വസ്റ്റൻസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ പിന്നെ റിവിഷൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ഞാൻ ഇന്റഗ്രേഷൻ എടുക്കുന്നത് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയാൻ വയ്യാത്തവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഏറ്റവും കൂടുതൽ ചാപ്റ്റർ വെയിറ്റേജ് ഉള്ളതാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് എടുത്ത് കളയാനും പറ്റത്തില്ല കേട്ടോ, പഠിച്ചേ പറ്റൂ. അപ്പൊ നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്റഗ്രൽ sin raised to 4x by cos raised to 6x dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനെയൊക്കെ കാണാൻ നമുക്ക് ഇത് അത്ര എളുപ്പമല്ല. നമ്മുടെ ഇതിന്റെ സ്റ്റാർട്ടിങ് എന്താണ്, ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നൊക്കെ ഉള്ളത് ആകെ ഒരു കൺഫ്യൂഷൻ ആണ്. നമ്മുടെ മെത്തേഡ് നോക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ ആദ്യം ഇതിനെ ചെയ്യുന്നത് ദാറ്റ് ഈസ് sin raised to 4x by cos raised to 6 എന്നുള്ളതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യും. cos raised to 4x into cos square x ഇങ്ങനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യും, 4ഉം 2ഉം ആയിട്ട്. അപ്പൊ ഈ 4 എന്നുള്ളതിന്റെ കാരണം സൈന്റെ പവർ 4 ആയതുകൊണ്ടാണ് ഇതിനെ 4ഉം ബാക്കി 2ഉം. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഇതിനെ നിങ്ങൾ കണ്ടാൽ എന്തെങ്കിലും പറയുമായിരിക്കും അല്ലേ? എന്തായാലും പറയാമോ? sin raised to 4x by cos raised to 4x, sin by cos tan. അപ്പൊ sin raised to 4 by cos raised to 4, tan raised to 4. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? tan raised to 4x into, ഇനി ഇത് ബൈ cos square x എന്ന് പറഞ്ഞാൽ 1 by cos square x ആണ്. അതിനെ മണ്ടയ്ക്ക് കൊണ്ടുവരുമ്പോൾ sec square x dx. ഓക്കെ, ഇങ്ങനെ ആക്കണം. അപ്പൊ നോക്കിക്കേ, sin by cos tan 1 by cos sec square, അപ്പൊ 1 by cos square sec square x. ഇപ്പൊ സന്തോഷമായി കാണുമെന്ന് തോന്നില്ലയോ? tan അതുപോലെ sec square, ടാനിന്റെ ഡെറിവേറ്റീവ് ആവുമ്പോൾ sec square. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. u is equal to tan x എന്ന് മാത്രം എഴുതണം. tan raised to 4 ഉണ്ടെങ്കിൽ ടാനിന് മാത്രമേ u കൊടുക്കാവുള്ളൂ, പവർ എടുക്കരുത്. du is equal to sec square x dx. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ഈ sec square x dx ആരായിട്ട് മാറും? du ആയിട്ട് മാറും. ഉണ്ടല്ലോ, sec square x dx അതങ്ങ് du ആയിട്ട് മാറി. പിന്നുള്ളത് tan x u ആകുമ്പോൾ tan raised to 4 ആരാവും? u raised to 4. u raised to 4 is considered as x raised to 4. x raised to 4 ന്റെ ഇന്റഗ്രൽ x raised to 5 by 5, 4 plus 1 by 4 plus 1. ഇപ്പൊ u raised to 4 ന്റെ ഇന്റഗ്രൽ u raised to 4 plus 1 by 4 plus 1, that is u raised to 5 by 5. u ന് പകരം നമ്മൾ ആരെ കൊടുക്കണം? tan. ആൻസർ എഴുതുമ്പോൾ tan raised to 5x by 5 plus 6. ഇത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അത്ര ഈസി ആണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് തീരുമാനിക്കേണ്ടത് കേട്ടോ, പഠിക്കുന്നവർ അത് തീരുമാനിക്കേണ്ടത്. ഇതൊക്കെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്ന വഴി. ഇതാണ് ഇതിന്റെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പോലെ ഈസി ആവും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 1 by sin x into cos cube x dx. ഇതാണ് 1 by sin x into cos cube x. ഇതിനെ നമ്മൾ ചെയ്യുമ്പോഴും ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെയൊക്കെ ആക്കാൻ പറ്റും കേട്ടോ. എന്ന് പറഞ്ഞാൽ ടാനും സീക് സ്ക്വയറും വളരെ റിലേഷൻ ഉള്ള രണ്ട് ടേംസ് ആണ്, ടാൻ ആൻഡ് സീക് സ്ക്വയർ. അങ്ങനെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ നോക്കണേ. ദാറ്റ് ഈസ് സൈൻ എക്സ് അങ്ങോട്ട് എഴുതി, ഒരു ബൈ കോസ് എക്സ് അങ്ങോട്ട് കൊടുത്തു. എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് കണ്ടാൽ ടാൻ എക്സ് ആവുമല്ലോ. അപ്പൊ ഞാൻ ടാൻ എക്സ് ആക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു കോസ് എക്സ് കൊടുത്തു. അപ്പൊ ബാലൻസ് ചെയ്യാൻ തന്നെ ഇവിടെ ഒരു കോസ് എക്സ് കൊടുക്കണം, ഇൻറ്റു കോസ് എക്സ്. ഓൾറെഡി കോസ് ക്യൂബ് ഉണ്ട്, അപ്പൊ ഒരു കോസ് കൂടി ചെല്ലുമ്പോൾ കോസ് റേസ് ആരായി? 4 എന്നായി. അപ്പോൾ 3 എന്നുള്ളത് 4 ആയതുകൊണ്ട് സൈന്റെ താഴെ ഒരു കോസ് കൊടുത്തപ്പോൾ ബാലൻസ് ചെയ്യാൻ മണ്ടയ്ക്ക് ഒരു കോസ് കൊടുത്തു. ഈ കോസ് ക്യൂബ് ചേരുമ്പോൾ കോസ് റേസ് ടു 4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പൊ നോക്കിക്കേ, 1 by ഈ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആരായിട്ട് മാറി? ടാൻ എക്സ്. ഈ കോസ് റേസ് ടു 4x മണ്ടയ്ക്ക് ഇവിടെ എത്തുമ്പോൾ അത് ആരായിട്ട് മാറും? സീക് റേസ് ടു 4x. ഇനി ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യോ? That is equal to ഈ sec raised to 4x നെ ഇങ്ങനെ ആക്കണം, sec square x into sec square x എന്നാക്കണേ, ബൈ ആരുണ്ട്? tan x. ഓക്കെ,
സി സ്ക്വയർ എക്സ് ഇൻറ്റു സി റൈസ് 4നെ 2 ആക്കിയിട്ട് 2 2 ആക്കി 4 എന്നുള്ളതിന് എ റൈസ് 4 എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ അതേപോലെ. എന്നിട്ട് ഒരു സി സ്ക്വയർ എക്സിനെ നമ്മൾ മാറ്റണം 1 പ്ലസ് ടാൻ സ്ക്വയർഡ് എക്സ് എന്നാക്കി മാറ്റണം. ഇൻറ്റു ആരാണ് സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് ബൈ ആരുണ്ട് ടാൻ എക്സ്. ഇവിടെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ ടാനുകളും സിക്സ് സ്ക്വയറും. അപ്പൊ ഈ ടാനിനൊക്കെ നമ്മൾ യു എന്ന് നമ്മൾ കൊടുക്കണം. യു ഈസ് ഈക്വൽ ടു ആരെന്ന് കിട്ടാണ് ടാൻ എക്സ്. ഡി യു ഈസ് ഈക്വൽ ടു ആരെന്ന് കിട്ടും സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഡി യു ഈക്വൽ സി സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പൊ ക്വസ്റ്റ്യനോട് തിരിച്ചു വരാം. therefore this is equal to ഇന്റഗ്രൽ ഈ സി സ്ക്വയർ എക്സ് ഡി എക്സ് ആരായിട്ട് മാറും ഡി യു ആയിട്ട് മാറും. ഓക്കെ സി സ്ക്വയർ എക്സ് ഡി എക്സ് ഡി യു. പിന്നുള്ള ഈ ടാനുകളെല്ലാം യു ആവുമ്പോൾ ഈ ന്യൂമറേറ്റർ ആരാവും 1 പ്ലസ് യു സ്ക്വയർ ബൈ യു. ഇങ്ങനെ 1 പ്ലസ് യു സ്ക്വയർ ബൈ യു ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. 1 ബൈ യു ഫസ്റ്റ് ഇന്റഗ്രലിനുള്ളിൽ 1 ബൈ യു, അടുത്ത യു സ്ക്വയർ ബൈ യു ഇങ്ങനെ നമുക്ക് 2 ആക്കി മാറ്റാം ഡി യു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ യു പ്ലസ് യു സ്ക്വയർ ബൈ യു. ഒരു യു അങ്ങ് വെട്ടിപ്പോവും, ബാക്കി ആരെന്ന് മാത്രമാവും യു. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ രണ്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. 1 ബൈ യു ഇന്റഗ്രൽ ആരമോനെ ലോഗ് യു, 1 ബൈ എക്സ് ഇന്റഗ്രൽ ലോഗ് എക്സ്, 1 ബൈ യു ഇന്റഗ്രൽ ലോഗ് യു. ഓക്കെ പ്ലസ് വെറും യു ഇന്റഗ്രൽ യു സ്ക്വയർ ബൈ 2. തീർന്നു ഇന്റഗ്രേഷൻ. ഇനി ഈ യു കാണുന്നിടത്തും നമ്മൾ ആരെ കൊടുക്കണം മോനെ ടാൻ എക്സ്. അപ്പൊ ആൻസർ വരുമ്പോൾ ലോഗ് ടാൻ എക്സ് പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് ഇത്രയാണ് കേട്ടോ. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻസുകളാണ്. ഇങ്ങനെയൊക്കെ ഉള്ളത് വേണം ചെയ്ത് പഠിക്കാൻ. നമ്മുടെ എക്സാമിന് ഇപ്പോഴത്തെ രീതിയിൽ കൂടെ അനുസരിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും. ഷോർട്സ് ഇഷ്ടംപോലെ നമ്മുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് കയറി കാണാം. പിന്നെ മാക്സിമം ഈ ചാനൽ ഇഷ്ടപ്പെടാമെന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.